മാസത്തെ വെക്കേഷൻ എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞത്. പുതിയ വർഷത്തേക്കുള്ള ബുക്ക് വാങ്ങിക്കാനായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ഇവൻ്റെ സ്കൂളിലേക്ക് പോയതാണ്. അങ്ങനെ തിരിച്ചു വന്ന ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബില്ലൊക്കെ വാങ്ങിച്ച് അവൻ തന്നെയാണ് കൊണ്ട് അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതാണ് ഞങ്ങളൊന്ന് മട്ടാഞ്ചേരി പള്ളിയിൽ പോകാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കണ്ണമാലി പള്ളിയിൽ പോയി നേർച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വിശാൽ എത്തിയപ്പോഴാണ് ഇവൻ പറയണത് ഇവന് ലഞ്ച് ബോക്സ് വേണമെന്ന്. അങ്ങനെ ഇതേ ലഞ്ച് ബോക്സ് വാങ്ങിക്കാനായിട്ട് കയറിയിട്ട് ഞങ്ങൾ 2-3 സാധനം വേറെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ അവിടെയുള്ള എല്ലാ സാധനവും വേണം. അങ്ങനെ ദേ വാട്ടർ അതോറിറ്റിയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഇതേ കൗൺസിലർമാരൊക്കെ സമരത്തിലാണ്. തോപ്പുംപടി ഭാഗത്ത് 3-4 ദിവസമായിട്ട് വെള്ളം വന്നിട്ടില്ലെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ മീഡിയയിൽ നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ വന്ന് അവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ എത്തിയ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല എന്നിട്ട് അവിടെ ബിസ്ക്കറ്റൊക്കെ നേർച്ചയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് വാവയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഇതുപോലെ നേർച്ചയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചേട്ടനോട് ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ മാല കണ്ട കേട്ടോ. ബൈബിളിലെ വചനങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ അപേക്ഷ പോലെ എഴുതിക്കൊണ്ടുവന്ന് ഇട്ടേക്കാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അതേ ഞങ്ങൾ തിരിച്ചു പോയത് ഫോട്ടോ വെച്ച് വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മാനാശ്ശേരി എത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞ് കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്നിട്ട് പോകാമെന്ന്. ഞങ്ങളുടെ അവിടെയൊന്നും ഇങ്ങനെ തൊട്ടടുത്ത കടലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. മൊത്തം ഇങ്ങനെ ടെട്രോപാഡൊക്കെ എടുക്കണമുണ്ട്. അപ്പോൾ വാവേനെ ഇങ്ങനെ കാണിക്കാനായിട്ട് ഇവിടെ ഇറക്കിയതാണ്. ഇവനിങ്ങനെ കടലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു ഷേക്കൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഇതേ തൊട്ടടുത്തുള്ള ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഐസ്ക്രീമിൻ്റെ ബൈറ്റ്സ് നല്ല രസമാണ്.